അമ്മയെ അറിയിക്കാതെയും അനുഗ്രഹം വാങ്ങാതെയും ഇങ്ങനൊരു ചടങ്ങ് നടത്തിയ അതിന് ദൈവാധീന കുറവുണ്ടാവുന്ന തന്നെയാ എനിക്കും തോന്നുന്നത്. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹവും തിടുക്കമൊക്കെ ഈ കലയമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാത്തിനും പിന്നില് നിങ്ങളുടെ മനസ്സിലെ നന്മയും ചേച്ചിയോടുള്ള നിങ്ങളുടെ സ്നേഹവുമാണെന്ന് എനിക്കറിയാം. പക്ഷേ മംഗളകർമ്മങ്ങൾക്ക് അതിൻ്റെതായ ചില രീതികളൊക്കെയുണ്ട്. അതൊക്കെ നോക്കിയേ പറ്റൂ. പക്വതക്കുറവുകൊണ്ട് പിള്ളേരങ്ങനെ പലതും പറയും. ശ്യാമളെങ്കിലും ഇതൊക്കെ ആലോചിക്കേണ്ടതായിരുന്നു. അത് നേരാ. ഇപ്പൊ കലാവധി പറഞ്ഞപ്പോഴാ ഇതൊക്കെ ശരിയാണെന്ന് എനിക്ക് തന്നെ തോന്നിയത്. ഞാൻ അത്രയ്ക്കൊന്നും കടന്ന് ചിന്തിച്ചില്ല. സാരമില്ല, മറ്റൊരവസരത്തില് മുഹൂർത്തമൊക്കെ നോക്കിയിട്ട് നമുക്ക് നിശ്ചയം നടത്താം. എന്താ? അങ്ങനെയാണെങ്കിൽ ഒട്ടും വൈകാൻ പറ്റില്ല. ഞങ്ങൾ ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പ് തന്നെ വേണം. ഇത്ര പെട്ടെന്നോ? അതൊന്നും നടക്കില്ല. ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു വന്ന് നിങ്ങളുടെ പോസ്റ്റിങ്ങിന് മുമ്പ് നടത്താം. അതാ നല്ലതെന്ന് എനിക്കും തോന്നുന്നു. കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാവാൻ ഞങ്ങൾക്കൊരു സാവകാശം കിട്ടുമല്ലോ. എന്നാ പിന്നെ ഇനി എല്ലാരും ഫുഡ് കഴിക്കല്ലേ? വാ വാ. എന്താ എന്താന്ന്? ഞാൻ കഴിക്കാൻ നിൽക്കുന്നില്ല, പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. അയ്യോ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും ഒരല്പമെങ്കിലും കഴിക്കാതെ പോവാൻ വിവേകിനെ ഞാൻ വിടില്ല. വാ കഴിക്ക്, ഞാൻ പെട്ടെന്ന് എടുത്തു തരാം. വാ നടക്ക്. ഫോണ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് ഈ ആകാശേട്ടൻ ഇതെവിടെ പോയതാ? സഹദേവ് മാമനെ ഒന്ന് വിളിച്ചു നോക്കാം. എന്താ മോളെ? മാമ, അല്ല ആകാശേട്ടൻ ഇതുവരെ എത്തിയില്ല. എത്തിയില്ലെന്നോ? പിന്നെ അവനോടെ പോയതാ? അറിയില്ല മാമ, ഞാൻ കുറെ നേരിട്ട് ട്രൈ ചെയ്യുക, പക്ഷെ കിട്ടുന്നില്ല. അല്ല മോള് വിഷമിക്കാതെ, അവൻ വരും. എന്തായാലും ഞാൻ അന്വേഷിക്കട്ടെ, എന്നിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം. അതുവരെ നീ ഒന്ന് സമാധാനമായിട്ടിരിക്കും. എടാ, നിന്റെ അനിയനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവൻ ആ പഞ്ചരത്നത്തിൽ എങ്ങനെയും കാണും. അവൻ അവിടെ ചെന്നിട്ടില്ലെന്നാ അഖില വിളിച്ച് പറഞ്ഞത്. എന്നിട്ടിപ്പോ അവനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അങ്ങനെയാണെങ്കിലേ അവൻ ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ കൂടെ കള്ളുകൂടി പാർട്ടിയിൽ പെട്ടു പോയി കാണുവച്ചാ. ദേ, അവൻ നിന്നെ പോലെ വഷളനൊന്നും അല്ല കേട്ടോ. അച്ഛൻ പോയ സ്ഥിതിക്ക് ഇന്ന് രാത്രിയിൽ ഇവിടെ കിടക്കാം. സ്ഥിരമായിട്ട് തറയിൽ കിടക്കുന്നതുകൊണ്ട് നടു അനക്കാനായിട്ട് വയ്യ. അത് ആകാശിന്റെ ബൈക്കല്ലേ? ഹലോ വിവേകേ. അവിയേട്ടാ, ആകാശിന്റെ ബൈക്ക് ഇവിടെ ഒരു റോഡരികിൽ പാർക്ക് ചെയ്തിരിക്കുക. അതേതാ സ്ഥലം? കൃത്യമായിട്ട് അറിയില്ല, എങ്കിലും ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്യാം. എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യാം.
അച്ചു കൊണ്ട് കൂടെ. ഞാൻ അവളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അങ്ങോട്ട് വരാം. ശരിയാ പേട്ടാ. വിവേകേ, ആ പരിസരത്തൊക്കെ ഒന്ന് അന്വേഷിക്കേ. ആ ശരിയാ പേട്ടാ. ആ എന്താ ഏട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഒന്നുമില്ല. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ എൻ്റെ ഒരു വലിയ സ്വപ്നം കൂടി പൂവണിയാൻ പോവാ. നിങ്ങൾ രണ്ടുപേരും കാക്കിയിട്ട് നിയമപാലകരായി രാജ്യസേവനം നടത്തുന്നത് കാണാൻ നമ്മുടെ അമ്മയില്ലാതെ പോയി ഇന്നൊരു സങ്കടം മാത്രമേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ ട്രെയിനിങ് വിജയകരമായിട്ട് പൂർത്തിയാക്കണം. കേരള പോലീസിലെ അഭിമാന താരങ്ങളായി വരണം. എവിടെ പോയാലും നമ്മൾ പഞ്ചരത്നങ്ങളുടെ അന്തസ് ഉയർത്തിപ്പിടിക്കണം. അമൃതേച്ചിക്ക് പേരുദോഷം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അമൃതേച്ചിക്ക് എന്നും ഞങ്ങളെ ഓർത്ത് അഭിമാനിക്കാം. ഇനി എന്റെ അഖിലയ്ക്കൂടെ ഒരു ജോലിയായാ എനിക്ക് സമാധാനാവും. നിങ്ങളെല്ലാവരും ഒരു കര പറ്റിച്ചു എന്നുള്ള സമാധാനത്തിൽ പിന്നെ അങ്ങോട്ട് ജീവിക്കാം. അത് കഴിഞ്ഞാ പിന്നെ ചേച്ചിക്ക് ഞങ്ങളെ കല്യാണം കഴിപ്പിക്കാനാവും തിരക്ക്. അങ്ങനെ കടമകളുടെ ലിസ്റ്റ് എടുത്താ അതങ്ങനെ പെരുകിക്കൊണ്ടിരിക്കേയുള്ളൂ. അതിനിടയില് അമൃതേച്ചി സ്വന്തം ജീവിതം ജീവിക്കാൻ മറന്നു പോവരുത്. ഞാൻ മറന്നാലും നിങ്ങൾ എന്നെ വെറുതെ വിടില്ലെന്ന് എനിക്കറിയാം. ആ കാര്യം ഞങ്ങൾക്ക് വിട്ടേക്ക്. അമൃതേച്ചിയെ പിടിച്ച് ബലമായി കെട്ടിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. അമൃതേച്ചി, ആകാശേട്ടന് ഒരു വിവരം ഇല്ലാത്തോണ്ട് സഹദേവ് മാമൻ അന്വേഷിച്ചിറങ്ങിയത്രേ. ആകാശേട്ടന്റെ ബൈക്ക് ഏതോ വഴിയരിയിൽ കിടക്കുന്നത് സഹദേവ് മാമൻ കണ്ടൂന്ന്. മാത്രമല്ല ആകാശേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിവരം അറിഞ്ഞ് സ്റ്റേഷനിൽ ഇപ്പോ അമ്പിയേട്ടൻ എത്തിയിട്ടുണ്ട്. നീ ഇങ്ങനെ വേവലാത്തിപ്പെടാതെ, ഞാനൊന്ന് അഭിമന്യുവിനെ വിളിക്കട്ടെ. ഫോണിങ് തന്നെ. നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ശരി. അല്ല, ഇനിയിപ്പോ എന്താ ഒരു വഴി? എൻ്റെ അച്ഛന് പരിചയമുള്ള 1-2 IPS കാരുണ്ട് ഇവിടെ. അവരെ കൊണ്ട് വിളിപ്പിക്കാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. എന്തായി അഭിമന്യു കാര്യങ്ങൾ? എന്തിനാ ആകാശിനെ അറസ്റ്റ് ചെയ്തേ? ആ മഹേന്ദ്രൻ കൊടുത്ത പരാതിയിൽ അറസ്റ്റ്. അമൃതേച്ചി സ്പീക്കറിലിട്, ഞാനും കൂടെ കേൾക്കട്ടെ. ആകാശ് മഹേന്ദ്രനെ തല്ലിയെന്നും കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ കേസ്. ഇവിടെ പോലീസ് സ്റ്റേഷനിൽ എൻ്റെ കൂടെ വിവേകമുണ്ട്. വിവേകിന്റെ അച്ഛന് ചില ഹയർ ഓഫീസേഴ്സിനെ അറിയാം. അവരെ കൊണ്ട് വിളിപ്പിക്കാനുള്ളൊരു ശ്രമമുണ്ട്. എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ വരൂ. പോലീസുകാര് ആകാശിനെ നന്നായി ഉപദ്രവിച്ചിട്ടുണ്ട്. അയ്യോ, എന്റെ ആകാശേട്ടൻ പോലീസുകാര്. അഖില മോളെ, നീ വിഷമിക്കണ്ട. അവനൊന്നും സംഭവിക്കില്ല. ഞാനിപ്പോ തന്നെ കലമ്മയെ വിളിച്ച് കാര്യം പറയാൻ പോവാ. കലയമ്മ വിചാരിച്ചാലേ ഇനി ആകാശേട്ടന് പുറത്തിറക്കാൻ പറ്റൂ. നിങ്ങൾ വെറുതെ മണ്ടത്തരം കാണിക്കാൻ നിൽക്കില്ലേ? ഇവിടെ നടക്കുന്നത് മുഴുവൻ ആ കലാവതിയുടെയും മഹേന്ദ്രന്റെയും കളിയാ. ഈ സമയത്ത് നിങ്ങൾ അവരുടെ കാല് പിടിക്കാൻ പോകരുത്. അവരുടെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് ആകാശിനെ പുറത്തിറക്കണം. അഭിമന്യു അവരെ തെറ്റിദ്ധരിച്ച് സംസാരിക്കണ്ട. കലയമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അമൃത, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അഭിമന്യു ഒന്നും പറയണ്ട. അഖിലെ ആകാശിനെ ഒന്നിപ്പിക്കാൻ മഹേന്ദ്രൻ ശ്രമിച്ചപ്പോഴാ
ആകാശ് എടുത്തു ചാടി ആക്രമിച്ചത്. ഇക്കാര്യത്തില് മഹേന്ദ്രനും കലയമ്മയൊക്കെ നിരപരാധികളാ. നിങ്ങളെയൊക്കെ തലയിലും ഒരിക്കലും ഒന്നും കേറില്ലേ? കലാവതി നിങ്ങൾ വിചാരിക്കുന്ന ഒരാളല്ലെന്ന്. എന്താ അബേട്ടനൊന്നും പറയണ്ട, ഞങ്ങൾക്കൊന്നും കേൾക്കാൻ വേണ്ട. ആകാശേട്ടനെ രക്ഷിക്കാൻ വേണ്ടി കലയമ്മയുടെ കാല് പിടിക്കാൻ വരെ ഞങ്ങൾ തയ്യാറാ. ചങ്ക് പറിച്ചു കാണിച്ചാലും ചമ്പരത്തി പോകുന്നല്ലേ പറയൂ. കലാവതി അങ്ങനെ മയക്കി വെച്ചിരിക്കുകയല്ലേ എല്ലാത്തിനെ. IG വിളിച്ചു പറഞ്ഞാലേ ഞാനങ്ങ് നിക്കറി മുള്ളു വിചാരിച്ചോ? ഇനി IG അല്ല DGP വിളിച്ചു പറഞ്ഞാലും ആ ലോക്കപ്പിൽ കിടക്കുന്നവനെ ഞാൻ വിടാൻ പോകുന്നില്ല. എന്റെ ദേഹത്ത് കൈവച്ച് അവനെതിരെ ചാർജ് ചെയ്തിരിക്കുന്നത് ജാമ്യം കിട്ടാത്ത വകുപ്പുകളാ. അവനിനി പുറത്തിറങ്ങുന്നത് എനിക്കൊന്ന് കാണണം. നാളെ നേരം വെളുക്കുമ്പോ അവന് ജീവനുണ്ടെങ്കിൽ ഞാൻ അവനെ കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്യിക്കും. സാറേ, ഇനി ആകാശിനെ ഉപദ്രവിക്കാനാണ് പരിപാടിയെങ്കിൽ ഞങ്ങൾ കൈയും കെട്ടി നോക്കിയേക്കില്ല. അവനെ തുടർന്ന് നീക്ക് എന്ത് ചെയ്യൂടാ? എന്നെ മൂക്കി കേട്ടോ? പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു അതിക്രമം നടക്കുന്നെന്ന് ഇപ്പൊ തന്നെ സകല മീഡിയയും വിളിച്ച് പറയാം. അവര് പറഞ്ഞെ ആരെയാന്ന് വെച്ചാ വിളിച്ച് പറയടാ. മീഡിയക്കാര് വന്നാ ഇവിടെ നടക്കുന്നൊക്കെ ലോകം മുഴുവൻ കാണും സാറേ. പിന്നെ സാറിന്റെ തലയിൽ ഈ തൊപ്പിയും തോളില് നക്ഷത്രമൊന്നും കാണൂല. അതുകൊണ്ട് മര്യാദയ്ക്ക് പറയാ, ആകാശിനെ ഇനി മേല് നോവിക്കരുത്. അവനെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നവരെ ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ കാണും. വേടാ. ഇതിപ്പോ തുടർച്ചയായിട്ട് മൂന്നാമത്തെ തവണയാ അവളെന്നെ വിളിക്കുന്നത്. ചേച്ചി എന്താ എടുക്കാത്തത്? അവൾ എന്തിനാ വിളിക്കുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട്. ആകാശിനെതിരെയുള്ള പരാതി നിന്നെക്കൊണ്ട് പിൻവലിപ്പിക്കാനാ ഈ വിളി. നടക്കില്ല ചേച്ചി. എന്നെ തല്ലിച്ചതച്ച അവനെതിരെയുള്ള പരാതി ഞാൻ ഒരു കാരണവശാലും പിൻവലിക്കില്ല. എടാ മഹി, ആകാശിന് കിട്ടാനുള്ളതൊക്കെ കിട്ടിക്കഴിഞ്ഞില്ലേ? ഇനി നീ കേസ് പിൻവലിച്ചാ എന്താ പ്രശ്നം? ആക്ഷൻ സീക്വൻസ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അല്പം ഇമോഷൻ വർക്ക് ചെയ്യാനുള്ള സമയമാ. അമൃതയുടെ മനസ്സിൽ നിനക്കൊരു സ്ഥാനം നേടിയെടുക്കാനും അവളെ നമ്മുടെ കൂടെ നിർത്താനും ഇതിലും നല്ലൊരു മാർഗം വേറെ ഇല്ല. എന്താ മോളെ? കലയമ്മ കുറച്ചു നേരമായിട്ട് അങ്ങോട്ട് വിളിക്കുന്നു. സോറി മോളെ, ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. മോളെന്താ അത്യാവശ്യമായിട്ട് വിളിച്ചത്? അത് കലയമ്മ, എന്റെ ആകാശേട്ടനെ രക്ഷിക്കണം. കലയമ്മ വിചാരിച്ച മാത്രമേ അത് നടക്കൂ. ആകാശിന് എന്ത് പറ്റി മോളെ? അത് പിന്നെ കലയമ്മ, ആകാശും മഹേട്ടനും തമ്മിലുള്ള ആ പ്രശ്നത്തിന്റെ പേരിൽ മഹേട്ടൻ നൽകിയ പരാതിയിൽ ആകാശിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുക. അങ്ങനൊരു സംഭവം നടന്നോ? ഇല്ല, മഹേന്ദ്രൻ ഒരിക്കലും ആകാശിനെതിരെ പോലീസിൽ പരാതി കൊടുത്തിട്ടില്ല. ഒരുപക്ഷെ അവനെ അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലുകാര് ആ സംഭവം പോലീസിൽ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അവരെന്ന് മഹേന്ദ്രനെ കൊണ്ട് എന്തൊക്കെയോ കടലാസുകളിൽ ഒപ്പിട്ട് വാങ്ങിയായിരുന്നു. ഇതിപ്പോ അങ്ങനെ കേസ് വരാനാണ് സാധ്യത. എന്താണെങ്കിലും കലയും ഒന്ന് ഇടപെടണം. ആകാശന്റെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എത്രയും വേഗം ഇറക്കണം. മോള് വിഷമിക്കണ്ട, ഇതിന് ഞാൻ പരിഹാരം ഉണ്ടാക്കിത്തരാം. എന്റെ മക്കള് സങ്കടപ്പെടേണ്ട. അമ്മ ഇപ്പൊ തന്നെ മഹേന്ദ്രനെ കൊണ്ട് പരാതി പിൻവലിപ്പിക്കാം. കലയമ്മ അങ്ങനെ ചെയ്താ അത് വലിയൊരു ഉപകാരമായിരിക്കും. അമൃതയ്ക്ക് വേണ്ടി മഹേന്ദ്രൻ എന്തും ചെയ്യും. അവനെ കൊണ്ട് ഞാനത് പറഞ്ഞ് സമ്മതിപ്പിക്കാം. ആ പരാതി പിൻവലിച്ച ഞാൻ മഹേട്ടനോട് എന്നും കടപ്പെട്ടിരിക്കും.
സ്റ്റേഷനിലേക്ക് പോകാൻ അമൃതയും കൂടി തയ്യാറായിക്കോ. ഞാൻ അതുവഴി വന്ന് നിന്നെ പിക്ക് ചെയ്യാം. ശരി കലേമ്മേ. കലേമ്മ പറഞ്ഞത് കേട്ടല്ലോ. ഇനിയെങ്കിലും നീ ഒന്ന് സമാധാനപ്പെട്. ആകാശിന് ഒന്നും സംഭവിക്കില്ല. ഇത്രയും വലിയ ഹയർ ഓഫീസേഴ്സ് വിളിച്ചു പറഞ്ഞിട്ടും ആ എസ് ഐ കേൾക്കുന്നില്ലല്ലോ. ആകാശിനെ കൊടുക്കാൻ വേണ്ടി കലാവിദരായിന്ന് നല്ല കാശ് വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പൊ പിന്നെ അതിന്റെ കൂറ് കാണിക്കണ്ടേ? ഇനി വല്ല രാഷ്ട്രീയക്കാരെ കൊണ്ട് പറയിപ്പിച്ചല്ലോ. അതൊരു നല്ല ഐഡിയ. ഞാൻ ആ സജീവം പറമ്പത്തിനൊന്ന് വിളിച്ചാലോ? ഏത് ഭരണകക്ഷി എം എൽ എ സജീവനോ? അവനും ഞാനും കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാ. അഭിയേട്ടാ, ആകാശിനെ കൂടുതൽ ദ്രോഹിക്കാനായിരിക്കും ഈ വരവ്. അമൃതേച്ചി ഉണ്ടല്ലോ. വാ. ആകാശിനെ പുറത്തിറക്കാൻ കലേമ്മ ആരോടൊക്കെയോ സംസാരിച്ചു. നേരം കളയാതെ വാ മോളെ. നിങ്ങളും വാ. ഇനി പുതിയ നാടകം എന്താണ് കളിക്കാൻ പോകുന്നതെന്ന് ആർക്കറിയാം? വാ പേട്ടാ, പോയി നോക്കാം. നമസ്കാരം സർ. ഇരിക്കും മോളെ. വേണ്ട കലേമ്മേ, ഞാനിവിടെ നിന്നോളാം. നിങ്ങൾ കസ്റ്റഡിയിലെടുത്ത ആകാശ് മർദ്ദിച്ചു എന്ന് പറയുന്ന എന്റെ അനിയൻ മഹേന്ദ്രൻ, അവൻ ആകാശിന്റെ മേൽ പരാതിയില്ല എന്ന് രേഖപ്പെടുത്തിയ സത്യവാങ്മൂലമായത്. എന്റെ അനിയനെ ആകാശ് മർദ്ദിച്ചു എന്നും പറഞ്ഞ് ഏതോ ആശുപത്രിക്കാരൻ നൽകിയ കള്ള പരാതിയിലല്ലേ നിങ്ങൾ കേസെടുത്തത്? ആ പരാതി വ്യാജമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ കസ്റ്റഡിയിലെടുത്ത ആകാശ് മോനെ എനിക്ക് വിട്ടുതരണം. ആ ഒരു കേസിന്റെ കാര്യത്തിൽ അവനെ വിട്ടുതരാൻ ഈ പേപ്പർ മതി. പക്ഷേ ഡ്യൂട്ടിയിലിരുന്ന എന്നെ തല്ലാൻ ശ്രമിച്ച കേസോ? സർ, ആകാശിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവന് വേണ്ടി ഞാൻ സാറിനോട് മാപ്പ് പറയാ. ദയവേത് സാർ ഒരു ചെറുപ്പക്കാരന്റെ ഭാവി നശിപ്പിക്കരുത്. നീ ഇത്രയ്ക്ക് താഴേണ്ട കാര്യമൊന്നുമില്ല മോളെ. ന്യായം നമ്മുടെ ഭാഗത്താ. ഹോസ്പിറ്റലുകാർ തന്ന ഒരു കള്ള പരാതിയിലല്ലേ നിങ്ങൾ എന്റെ ആകാശ് മോനെതിരെ കേസെടുത്തത്? അത് ശരിയായ കൃത്യനിർവഹണമാണോ? ഇപ്പോ ഈ നിമിഷം എന്റെ ആകാശ് മോനെ ഇറക്കി വിടണം. നിങ്ങൾ ഇറക്കി വിട്ടില്ലെങ്കിൽ എനിക്ക് അവനെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകേണ്ടി വരും. എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കരുത്. അതിന്റെ പേരിലേ ആരും എന്നെ തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല. കലേമേ, ഇങ്ങനൊന്നും സംസാരിക്കാതെ. പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? ഒരു തെറ്റും ചെയ്യാത്തൊരു ചെറുപ്പക്കാരനെ പിടിച്ചോണ്ട് വന്ന് പാതിരാത്രി ലോക്കപ്പിലിട്ട ഇയാളോടൊക്കെ എന്തിനാ മര്യാദ കാണിക്കുന്നത്? ഞാൻ അവസാനമായിട്ട് ചോദിക്കുക, എന്റെ കുഞ്ഞിനെ ഇറക്കി വിടുന്നോ ഇല്ലയോ? എടോ, ആ ലോക്കപ്പിൽ കിടന്ന സാധനത്തിന് തുറന്നു വിട്. ഇവര് കൊണ്ട് പുഴുങ്ങി തിന്നട്ടെ. സാർ, സാറേ എഴുന്നേക്ക് സാറേ. എന്തിനാ? ഇനി എന്നെ തല്ലാനാണോ? എൻ്റെ സാറേ, സാർ ഇത്രയും പിടിപാടുള്ള ആളാണെന്ന് അറിയില്ലായിരുന്നു സാറേ. ഒരു സ്ത്രീ വന്ന് CIയെ ഭീഷണിപ്പെടുത്തിയിട്ടാ സാറിനെ ഇറക്കിക്കൊണ്ട് പോകുന്നത്.
ഞങ്ങൾ സാധാരണ പോലീസുകാരുടെ വയറ്റപ്പഴപ്പ് മുടക്കില്ല സാറേ. സാറ് വാ. വന്നു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.